ഓ, ആറ്റുകാല് പൊങ്കാലിടാനായിട്ട് എന്തോരം സിനിമാ നടിമാരും സീരിയൽ നടിമാരുമാണ് വന്നേക്കണത്. അവിടെ പോയിരുന്നെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണായിരുന്നപ്പ. വിൽക്കാനൊന്നും കിട്ടിയില്ല. കറിക്കുള്ള മീനെ കിട്ടുള്ളൂ. കരിമീൻ അടുത്ത് കറി വെച്ച ആ കരിമീൻ കണ്ടിട്ടില്ലേ? എനിക്ക് എന്താണെന്നറിയില്ല, രാവിലെ എന്റെ തൊട്ട് ഭയങ്കര തലവേദനയാണ്. ഫോൺ നോക്കിയിരിക്കണം. ഫോണ് നോക്കിയത് ഞാനേ അത് യൂട്യൂബിൽ വല്ല മരുന്നുണ്ടാന്നറിയാൻ നോക്കി. അത് ഞാൻ കാണിച്ചോളൂ. നിങ്ങളെ കരിമീൻ കൊണ്ട് അവൾക്ക് എടുത്ത് കൊടുക്ക്, അന്നിക്കിന്റെ അടുത്ത് എനിക്ക് കറി വെച്ചോളൂ. ഭയങ്കര തലവേദനപ്പാ. അവര് കറി വെക്കട്ടെ, ഞാനേ പൊങ്കാല എന്തായി നോക്കട്ടെ. കണ്ട ഇത് മുറിച്ചു കൊടുത്തപ്പോ കണ്ട നല്ല ബുഷ് പോലെ ആവുന്നുണ്ട്. എന്തോരം പറഞ്ഞാലും വണ്ടി ഇവിടെ തന്നെ കൊടുക്കും, നടക്കാൻ കാലമില്ല. സ്കൂട്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്റെ അപ്പനെ പറഞ്ഞിട്ടും കാര്യമില്ല. മോളെ എന്താ പണിക്കുമായിട്ട് വിൽക്കാനൊന്നും കിട്ടിയില്ല. കരിമീനാ അവനടുത്ത് പൊരിച്ചു കൊടുക്ക്, ബാക്കി കറിയുമ്പോക്ക്. അമ്മനോട് പറഞ്ഞിട്ട് അമ്മക്ക് തലവേദന എന്ന് പറയുന്നുണ്ട്. അമ്മക്ക് തലവേദനയാ? നേരത്തെ അവിടെ ഇരുന്നിട്ട് മൊബൈൽ കാണുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പൊ പെട്ടെന്ന് തലവേദനയെല്ലാം വന്നത്. ശരി അച്ഛാ, കരിമീനല്ലേ എങ്ങനെ മുറിച്ച് കറി വെക്കാനാണ്? മുറിക്കലാണ് ഏറ്റവും വലിയ പണി. കറി വെക്കൽ പിന്നെ എങ്ങനെയെങ്കിലും വെച്ചു കൊടുക്കാൻ വിചാരിക്കാം. ഈ കരിമീൻ ഇനി മുറിക്കണ്ടേ? അച്ഛന്റെ വലയൊക്കെ വന്നത് മനുഷ്യന്മാർക്ക് പണിയാക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ തന്നെ ഈ അച്ഛനെന്തിനാ പണിക്ക് പോകുന്നത്? ഇത് നമ്മുടെ മറ്റേ ബിഗ് ബോസിൽ വന്ന പെണ്ണല്ലേ, ഇവളും വന്ന പൊങ്കാലിടാനായിട്ട്. ഇപ്പൊ തലവേദന ഒന്നുമില്ലല്ലോ, ഇരുന്നാറ്റുകാൽ പൊങ്കാല കാണുന്നുണ്ടല്ലോ. അയ്യോ, എനിക്ക് തലവേദന എടുത്തിട്ട് വരില്ലപ്പാ. ഒന്ന് പോയി കിടക്കട്ടെ. തലവേദനപ്പാ. അപ്പൊ ഇതാണല്ലേ തലവേദനയുടെ കാരണം? തലവേദന വന്ന് ഇതെന്റെ തലയിലുമായി. ഓ, തലവേദന എടുത്തിട്ട് ഞാനൊന്ന് കിടക്കട്ടെ. എന്തിന് തലവേദനപ്പാ? സംഭവം കരിമീനെല്ലാം നല്ല തന്നെയാണ്, കറി വെച്ചാൽ കൂട്ടാനെല്ലാം നല്ല രസം ഉണ്ടാവും. പക്ഷെ ഇത് ആരെങ്കിലും ഒന്ന് മുറിച്ച് വൃത്തിയാക്കിയെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ കറി വെക്കായിരുന്നു. ഇത് ഞാനിപ്പോ എങ്ങനെയാ മുറിക്കുക? കത്തിക്ക് മൂർച്ചില്ല, പിന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഐഡിയ. അയ്യോ, എന്റെ കൈ, കരിമീത്തിന്റെ മുള്ള എന്റെ കൈക്കൊണ്ട്. എന്റെ കൈ. അച്ഛൻ ഇത് മുറിച്ച് തരുമോ? അച്ഛൻ മുറിച്ചാ ഞാൻ കറി വെക്കാം. ഞാൻ ഇത് മരുന്ന് വെച്ചേട്ടെ. പോയല്ല. അമ്മക്ക് തല വെട്ടിപ്പൊളിയാന്നുണ്ടെങ്കിലേ എനിക്ക് എന്റെ കയ്യും മുറിയാം. ഈ കരിമീനൊക്കെ ശ്രദ്ധിച്ച് മുറിച്ചില്ലെങ്കിൽ കൈക്ക് മുള്ളുള്ളൂ. ബലമുള്ള മുള്ളാണ് കരിമീനത്തിന്റെ മുള്ളു. ഇത് അവൾക്ക് പറ്റിപ്പോയപ്പോ തലവേദന ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. പിടിച്ചു പോയില്ലേ, ഇനി എന്താ ചെയ്യാ? മുറിച്ചു കൊടുക്കാല്ലാണ്ട്. കഴിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? അതിപ്പോ കുഴപ്പമില്ല സാർ, അത് മറിയാം. ഞാൻ ഓയിൽമെന്റ് വെച്ച് ഞാൻ ഇത് കറി വെക്കാം കേട്ടാ. ഇതിനെയാണ് പറയല് കൈ നനയാണ്ട് മീൻ പിടിക്കുവാണ്. ഇനി ഇതൊരു കറി വെക്കാം. മാങ്ങ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഉരിഞ്ഞ് വെച്ച കരിമീക്കറി. ഈ കരിമീത്തിനെ നമുക്ക് പൊരിക്കുകയും ചെയ്യാം. അപ്പോഴെല്ലാം റെഡി ആയിട്ടുണ്ട്. മാങ്ങയും ചെറിയുള്ളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം മുറിച്ച് വെച്ച്. ഇനി ഈ മീൻ ഉപ്പും മുളകും പുരട്ടി വെക്കാം. എന്നിട്ട് കറീൻ്റെ പരിപാടി നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി കുറച്ച് കുരുമുളക് പൊടിയും ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മസാലയെല്ലാം പുരട്ടി വെക്കാം. കുറച്ച് സിർക്കയും കൂടി ഒഴിക്കാമല്ലോ. സിർക്ക ഉണ്ടാകുമ്പോ ഓ വേണ്ടപ്പ, തലവേദനക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഇവിടെ എവിടെയെങ്കിലും നോക്കാം.
നല്ലോണം മസാല ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം പിടിക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇതിവിടെ ഫ്രീസറിൽ വെക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കാം. ശോ, മര്യാദക്ക് ഇന്നത്തെ കറിയും കൂട്ടി ചോറുന്നാന്ന് വിചാരിച്ച് ഞാനല്ലേ ഇനി മീൻ കറി വെക്കേണ്ടി വന്നത്. എല്ലാത്തിനും കാരണം അമ്മയുടെ തലവേദന. ഇപ്പത്തെല്ലാം കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടേക്കാം. മാങ്ങ ഇടാം. ഇത്രയും മാങ്ങ ഇടണം. പുളി കൂടുവാ. 2-3 എടുത്ത് മാറ്റി വെച്ചേക്കാം. മാങ്ങ ഒന്ന് വാടട്ടെ. മാങ്ങ ഉള്ളിയെല്ലാം അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാം. ഇത് വെള്ളം വേണ്ട. ലേശം മല്ലിപ്പൊടി ഇട്ടാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഈ മസാല നല്ലോണം ഒന്ന് മൂക്കട്ടെ. ഇനിയാണ് ഇതിൻ്റെ പ്രധാന ഐറ്റം. തലപ്പാൽ അവിടെ ഇരിക്കട്ടെ. ബാക്കി തേങ്ങാപ്പാലെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ നല്ലോണം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് മീനിടാം. തലവേദന എന്തായി എന്നൊന്ന് നോക്കട്ടെ. കണ്ടില്ലേ, എനിക്ക് പണി തനിക്ക് സ്വിച്ച് ചെയ്ത് മൊബൈൽ കാണുന്നത്. ഇതിന് തിരിച്ചൊരു പണി കൊടുത്തിട്ടില്ലെങ്കിലല്ലേ എനിക്ക് ഉറക്കം വരില്ല. എന്താ ചെയ്യുക? ഒരു സംഭവം ഉണ്ട്. കിട്ടി മോനെ, കിട്ടി. കാട്ടുള്ളി തൈലം. ഓ, ഇത് വയനാട് പോയപ്പോൾ അന്ന് ഒരിക്കൽ വലിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. സ്വർഗവും നരകവും എല്ലാം ഞാൻ ഒന്നിച്ച് കണ്ടുപോയി. ഇത് വെച്ചൊരു പണിയുണ്ട്. അച്ഛാ, കറി ഇപ്പാവും അച്ഛാ. ചോറെടുക്കാം. പിന്നെ അച്ഛാ, അമ്മേന്റെ തലവേദന ഒട്ടും കുറവില്ല കേട്ടോ. അമ്മ കിടക്കേണ്. അച്ഛനൊരു കാര്യം ചെയ്. ഇതില്ലേ, ഞങ്ങൾ അന്ന് വയനാട് പോയപ്പം വാങ്ങിച്ച കാട്ടുള്ളിന്റെ തൈലാണ്. രാജന്മാരെ നല്ല അടിപൊളി തൈലാണ്. ഇതൊരു തരിയില്ലേ, മൂക്കിൽ വലിച്ചായില്ലേ തലവേദന പമ്പ കിടക്കും. ഞാൻ കൊടുത്താൽ അമ്മ വലിക്കൂല. അച്ഛൻ ഇത് അമ്മേനെ കൊണ്ടൊന്ന് വലിപ്പിച്ചേ. ഇതെന്തായിട്ടാണ് മോള് നേരത്തെ പറയണ്ടേ? ഞാൻ എപ്പ അവളെ തലവേദന മാറ്റിയാന്? എന്നോട് കളിച്ചാല് ഇങ്ങനെ ഇരിക്കും. കുറവില്ല തലവേദനക്ക്? അത് മാറിക്കോളും. മൂക്കിൽ വലിക്കണേ നശിച്ചുണ്ട്. ഓക്കെ, അതൊന്നും വേണ്ട. മൂക്കിൽ വലിച്ചാ മതി. അത് തനിയെ മാറിക്കോളും. നീ വലിക്കരുത്. എനിക്ക് വേണ്ട. പോയേ എന്നെ കൊല്ലണം. നല്ലതാണത്. ഞാൻ എല്ലാ നോവും കണ്ടത്. നിനക്ക് എന്നെ കണ്ടുകൂടാ. ഇനിയാണ് ശരിക്കും തലവേദനക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ അമ്മക്ക് തലവേദന വരില്ല. എന്റെ കറി കഴിച്ചിട്ടുണ്ട്. ഇനി ഈ മീൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എന്നോട് കളിച്ചാല് ഇങ്ങനെയുള്ള പണിയെല്ലാം കിട്ടും. അയ്യോ, എന്നാലും എനിക്ക് ചിരിക്കാൻ വയ്യ. അമ്മേന്റെ ഉച്ച മുതൽ പാദം വരെ എരിപുലി കൊണ്ടിട്ടുണ്ടാവും. കിട്ടണം എന്നിട്ടല്ലേ. ഈ മീൻ മുറിച്ച് കറി വെക്കുന്നതിനല്ലേ തലവേദന അഭിനയിച്ചത്. കിട്ടണം. നല്ല മണം വരുന്നുണ്ട്. കരിമീനെ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചാൽ കറി വെട്ടി. ഒന്ന് ചൂടാവട്ടെ. അയ്യോ, ഓർത്തിപ്പോ വരുമല്ല. മീൻ വറക്കാൻ വെക്കട്ടെ.
ടേസ്റ്റ്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. കരിമീൻ നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്തം കൂടി വെച്ചാൽ എൻ്റെ പണി കഴിഞ്ഞു. നല്ല മീനാണ്. ഇതവിടെ തന്നെ കഴിഞ്ഞു. നല്ല മീൻ വെച്ചാൽ വരുന്നുണ്ടോ എനിക്ക്? അച്ഛൻ നല്ല കരിമീൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വളർത്താൻ പോയിട്ട് പോയിപ്പോന്റെ കറിയും വെച്ചു. തലവേദന തലക്ക് പ്രാന്തൊന്നുമല്ല. എന്തോ മരുന്ന് കൊടുത്തിട്ടുണ്ട്. മാറിക്കോളും. മരുന്ന്? എന്ത് മരുന്ന്? നമ്മളന്ന് വയനാട് പോയപ്പം ലാടന്മാരെടുക്കുന്ന ഒരു മരുന്ന് വാങ്ങിയിട്ടില്ല. ആ മരുന്നാ? അത് ആരെടുത്ത് കൊടുത്ത്? ഞാനൊന്ന് പോയി കിടക്കട്ടെ. പോയി ചോറില്ലടാ. അച്ഛനാ കൊടുത്തത്. ദൈവമേ, ആ മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് തലക്ക് പ്രാന്തെടുത്ത പോലെ ഉണ്ടാവും. നിനക്കറിയില്ല അത്? എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ എടുത്ത് അച്ഛന് കൊടുത്തത്. നമുക്ക് ഭയങ്കര തലവേദന. ആ തലവേദന മാറിക്കോളും. ചോറെടുക്കട്ടെ. ചോറെടുക്ക ചെല്ലി. ചോറ് അച്ഛൻ ചോറ് കഴിച്ചാ? അച്ഛൻ നേരത്തെ കഴിച്ച്. കറി കൊള്ളാലോ, നല്ല മണവല്ലോ ഉണ്ടല്ലോ. കഴിച്ചോക്ക്. പിന്നെ മീൻ വറുത്തത് കാണാൻ നല്ല രസമുണ്ട് കറി. അച്ഛനും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കറി. കറി അടിപൊളിയായിരുന്നു കേട്ടോ. മീൻ വറുത്തത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്ക്. ഒന്നും പറയാനില്ല, സൂപ്പർ. നമുക്ക് ചോറ് കൊണ്ടേമോ? അമ്മ ഈ കഴിച്ചോളൂ. സൂപ്പർ, ടേസ്റ്റ് ഇല്ല. അടിപൊളിയായിരുന്നു. എന്നാ ഞാനും ചോറ് കഴിക്കട്ടെ. അമ്മേനോട് ചോറ് വേണം കഴിക്കട്ടെ. അമ്മ ചോറൊന്നുമില്ലേ? ഞാനല്ല നേരത്തെ ചോറുന്നത്. നിനക്ക് നിലക്ക് വല്ല ഭ്രാന്തണ്ട? ഓ, കിടക്കാനും പറ്റണില്ല, ഇരിക്കാനും പറ്റണില്ലപ്പ. അമ്മക്ക് ശരിക്കും ഭ്രാന്തായ. ഞാനല്ലല്ലേ മണപ്പിച്ചത്, അച്ഛനല്ലേ. കുഴപ്പമില്ല. പിന്നെ മീൻകറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. നല്ല അടിപൊളിയാണ്. ഞാൻ ചോറ് കഴിക്കട്ടെ.